നല്ല ചൂട് പൊറോട്ടയുടെയും ചപ്പാത്തിയുടെയും അപ്പത്തിന്റെയും ചോറിന്റെയും ഒക്കെ കൂടെ ബെസ്റ്റ് സൈഡായിട്ട് സെർവ് ചെയ്യാൻ പറ്റാവുന്ന അടിപൊളി ടേസ്റ്റുള്ള ഒരു നാടൻ ചിക്കൻ കറിയുടെ റെസിപ്പി ആട്ടോ ഇന്നത്തേത്. നല്ല കുറുകിയ ചാറോട് കൂടി വന്നിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ചിക്കൻ കറിയാണ്. അപ്പോൾ ഇതുപോലെയല്ല നിങ്ങൾ ചിക്കൻ കറി വെക്കുന്നതെങ്കിൽ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കൂട്ടോ, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ റെഡിയാക്കി എടുക്കാനായിട്ട് ഞാൻ ഇവിടെ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. നല്ലോണം തന്നെ കഴുകി ഈ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കേട്ടോ. ഒരുപാട് അങ്ങോട്ട് ചെറുതൊന്നും വേണ്ട, ഒരുപാട് വലുതും വേണ്ട, ഈ ഒരു വലിപ്പത്തിൽ മാത്രം കട്ട് ചെയ്താൽ മതി. ഇനി അപ്പോൾ നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് അത്യാവശ്യം വലിപ്പമുള്ള ഒരു പാൻ എടുത്തിട്ടുണ്ട്. ചൂടായി വന്നതിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ നാടൻ കറികളൊക്കെ വെക്കാനായിട്ട് എപ്പോഴും വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കറി വെക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. ആ സമയത്ത് ചിക്കനൊക്കെ ഫ്രൈ ചെയ്തിട്ടാണ് കറി വയ്ക്കുന്നതെങ്കിൽ സൺഫ്ലവർ ഓയിലോ അല്ലാന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും റിഫൈൻഡ് ഓയിലോ ചേർത്ത് കറി വയ്ക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. വെളിച്ചെണ്ണയൊക്കെ ചൂടായി വന്നതിനകത്തേക്ക് 1 ടീസ്പൂൺ നമ്മുടെ പെരിഞ്ജീരകം, അതേപോലെ തന്നെ 2 ഏലക്ക, 2 ഗ്രാമ്പു, 1 കഷ്ണം പട്ടയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചൂടായി വന്നതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ നിറച്ച് തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ലോണം തന്നെ ഒന്നുകൂടെ വഴന്ന് ശരിക്കും പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ മീഡിയം വലിപ്പത്തിലുള്ള ഒരു 3 സവാള ഇതേപോലെ തീരെ കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് തന്നെ ഒന്നുകൂടെ വാടി വരാനായിട്ട് ആവശ്യത്തിന് ഉപ്പും അതേപോലെ തന്നെ എരിവിന് വേണ്ടി 2 പച്ചമുളകും 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ഈ ചേർത്ത് കൊടുത്തിരിക്കുന്ന പച്ചമുളകിന് അത്യാവശ്യം നല്ല എരിവുണ്ട് കേട്ടോ. എരിവ് കുറവുള്ള പച്ചമുളകൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് കുറച്ചും കൂടി പച്ചമുളകോ അല്ലാന്നുണ്ടെങ്കിൽ മുളക് പൊടിയൊക്കെ കൂടുതൽ ചേർക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ സവാളയും പച്ചമുളകും എല്ലാം നല്ലോണം തന്നെ ഒന്നുകൂടെ വാടി ശരിക്കും ഒന്നുകൂടെ കുഴഞ്ഞു വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് നല്ലോണം പഴുത്ത 2 തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളി എടുക്കുമ്പോൾ എപ്പോഴും നന്നായിട്ട് പഴുത്ത തക്കാളി തന്നെ വേണം കേട്ടോ എടുക്കാനായിട്ട്. ഇനിയിപ്പോൾ നമ്മുടെ ഈ തക്കാളിയും കൂടി നല്ലോണം തന്നെ ഒന്നുകൂടെ വഴന്ന സവാളയൊക്കെ ഇട്ട് ശരിക്കും ഒന്നുകൂടി യോജിച്ച് വരുമ്പോഴാണ് ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. കണ്ടതായി ഇത് കറക്റ്റായിട്ടുള്ള പരുവാണ്. പൊടികളായിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി ചേർക്കുന്നുണ്ട്. കാശ്മീരിയും കൂടി മിക്സ് ചെയ്തതാണ് കേട്ടോ, ഒരുപാട് എരിവൊന്നുമില്ല. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്താലും നല്ലതാണ്. ശരിക്കും ഒന്നുകൂടെ ഇളക്കി പച്ചമണമൊക്കെ നന്നായിട്ട് തന്നെ ഒന്നുകൂടെ മാറി വരുമ്പോൾ ഇതിൽ നിന്ന് 1/4 ഭാഗം മസാല എടുത്ത് നമ്മൾ മാറ്റി വെക്കുന്നുണ്ട്. ഇങ്ങനെ 1/4 ഭാഗം മസാല മാറ്റി വെച്ച് വലിയ ചൂടർന്നാറി കഴിയുമ്പോൾ മിക്സിയുടെ ജാറിൽ കുറച്ചും കൂടി വെള്ളം ചേർത്ത് അരച്ച് കറിയിലേക്ക് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ കറിയുടെ ഗ്രേവിക്ക് നല്ലതായിട്ട് കൊഴുപ്പുണ്ടാവും, നല്ല തിക്കായിട്ട് നമ്മുടെ കറി ഇരിക്കുവേ. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ബാക്കി വന്ന മസാലയിലേക്ക് നമ്മൾ കഴുകി വെള്ളം വന്ന് വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കനും കൂടി ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്നുകൊണ്ട് മിക്സ് ചെയ്ത് ഒന്ന് പകുതി വേവാവുന്നവരെ വേവിച്ചെടുക്കാം. ഈ സമയത്ത് ഒട്ടും തന്നെ വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ, അല്ലാതെ തന്നെ നമ്മുടെ ചിക്കനിൽ നിന്ന് നന്നായിട്ട് തന്നെ വെള്ളം ഇറങ്ങിക്കോളും. ഇനിയിപ്പോൾ നമ്മുടെ ഈ ചിക്കൻ ഒന്ന് പകുതി വേവായി വരുന്നവരെ വെയിറ്റ് ചെയ്യാവേ. അടച്ചു വെച്ച് ഇടയ്ക്ക് 1-2 തവണ ഒന്ന് ഇളക്കിയിട്ടും കൂടി കൊടുക്കണം കേട്ടോ. കണ്ടോ, നമ്മുടെ ചിക്കനിൽ നിന്നൊക്കെ തന്നെ അത്യാവശ്യം നന്നായിട്ട് തന്നെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. വേറെ നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല. ഇപ്പോൾ കുറച്ചും കൂടി ഗ്രേവി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അത് പച്ചവെള്ളം ചേർക്കണ്ട, നല്ലോണം തിളപ്പിച്ച് ഉപ്പിട്ട് ആവശ്യത്തിന് വെള്ളം തിളപ്പിച്ചിട്ട് അത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ നമ്മുടെ ചിക്കനൊക്കെ ആണെന്നുണ്ടെങ്കിലും പകുതി വേവായി വന്നപ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന മസാല ഉണ്ടല്ലോ, അത് മിക്സിയുടെ ജാറിൽ നന്നായിട്ട് തന്നെ കുറച്ച് വെള്ളവും കൂടി ചേർത്ത് അരച്ചെടുത്തതാണ്. നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളിങ്ങനെ മസാല അരയ്ക്കുന്നതിൻ്റെ കൂടെ 5-6 കാഷ്നട്ടും കൂടി കുതിർത്തി ചേർത്ത് അരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ട് കുറച്ചും കൂടി വെള്ളം ചേർത്ത് നന്നായിട്ട് തന്നെ കറിയിലേക്ക് ചേർത്ത് കൊടുത്ത് ശരിക്കും ഒന്നുകൂടെ മിക്സ് ആക്കി മൂടി വെച്ച് നല്ലോണം തന്നെ ഒന്നുകൂടെ വെന്ത് വരുന്നവരെ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കണ്ടോ, ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഇനിയിപ്പോൾ അടച്ച് വെച്ച് നന്നായിട്ട് തന്നെ നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് വെന്ത് വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കുക, കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കുക. അതേപോലെ തന്നെ എരിവൊക്കെ നോക്കുക, കുറവാണെന്നുണ്ടെങ്കിൽ ആവശ്യത്തിനനുസരിച്ച് എരിവും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ നമ്മുടെ ചിക്കനൊക്കെ നല്ലോണം തന്നെ വെന്ത് ശരിക്കും ഗ്രേവിയൊക്കെ ആണെങ്കിലും കുറുകി പാകത്തിനായിട്ട് വന്നിട്ടുണ്ട്. ഏറ്റവും ലാസ്റ്റായിട്ട് ഒരു ചെറിയൊരു പിടി മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തും അതേപോലെ തന്നെ 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് തന്നെ മിക്സ് ആക്കി നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ ഏറ്റവും സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റാവുന്ന നല്ല സൂപ്പർ ടേസ്റ്റുള്ള ചിക്കൻ കറിയാണ്. മിസ് ചെയ്യാതെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അടിപൊളിയായിട്ടിരുന്ന് കഴിക്കാം കേട്ടോ. കമൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും മറക്കാതെ അറിയിക്കണേ.